ഹലോ, ഫോറിൻ ലാംഗ്വേജ് അക്കാദമി അവതരിപ്പിക്കുന്ന 30-ഡേ ചലഞ്ച്, അതായത് UGC നെറ്റിൻ്റെ പേപ്പർ 1ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ഏരിയാസ് കവർ ചെയ്യുന്ന 30-ഡേ ചലഞ്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5ാമത്തെ ദിവസത്തെ 5th ഡേ ചലഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ തിയററ്റിക്കൽ റീസൺസ് ദാറ്റ് ലെഡ് റിസർച്ചേഴ്സ് to conduct a study that appeared as a research article in a journal, you would read which of the following sections of the research article? ഓപ്ഷൻസിനകത്തുള്ളത് ഡിസ്കഷൻ, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് റിസൾട്ട്. ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡിസംബർ 2024 പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്തായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്തായിരിക്കും ആൻസർ? ഇതിൻ്റെ ആൻസർ അറിയുന്നൊരു ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നോക്കാം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേപ്പർ 1ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതിനുള്ളിൽ വരുന്ന ഒരു കാര്യമാണ് റിസർച്ച് ആർട്ടിക്കിൾസ്. ഈ റിസർച്ച് ആർട്ടിക്കിളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എന്താണ് ബേസിക്കലി റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ റിസർച്ച് ആർട്ടിക്കിൾ എന്നുള്ള വാക്ക്? എ റിസർച്ച് ആർട്ടിക്കിൾ ഈസ് എ സ്കോളർലി പേപ്പർ that presents original research findings, analysis or review of existing literature on a particular topic. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയതായിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു ഒറിജിനൽ സ്റ്റഡിയാണ്. ഒരു ഒറിജിനൽ റിസർച്ച് ഫൈൻഡിങ്സ്, അനാലിസിസ് ഓർ റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ. എത്രത്തോളം പേപ്പേഴ്സ് അതിനെക്കുറിച്ച്, എത്രത്തോളം സ്റ്റഡി അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്, എത്രത്തോളം പേപ്പേഴ്സ് അവൈലബിൾ ആണ് എന്നൊക്കെ പറയുന്ന റിവ്യൂ പേപ്പർ. ഇങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്കോളർലി പേപ്പറാണ് ബേസിക്കലി റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, ഒരു റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ റിസർച്ച് ഫൈൻഡിങ്സ് ആണ്. ആരെങ്കിലും ഒരാൾ ഒറിജിനലായിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് ആ സ്റ്റഡീനെ കുറിച്ചിട്ടുള്ള ഒരു പേപ്പറാണ് ഒരു റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടിപ്പിക്കലി പബ്ലിഷ്ഡ് ഇൻ ആൻ അക്കാഡമിക് ജേർണൽസ് ആൻഡ് ഫോളോ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. എപ്പോഴും ഒരു ജേർണൽസിൽ, അക്കാഡമിക് ജേർണൽസ്, പല ടൈപ്പ് ജേർണൽസ് ഉണ്ട്, അതിൽ അക്കാഡമിക് ജേർണൽസിലായിരിക്കും ഒരു റിസർച്ച് ആർട്ടിക്കിൾ നോർമലി പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ അതിനൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റും ഉണ്ട്. ഒരു ആർട്ടിക്കിൾ എന്നുള്ളത്, ഒരു റിസർച്ച് ആർട്ടിക്കിൾ എന്നുള്ളത് എപ്പോഴും ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റ്, ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമാറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു റിസർച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാവുക. സോ ഈ ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് എ റിസർച്ച് ആർട്ടിക്കിൾ. എന്താണ് ഒരു റിസർച്ച് ആർട്ടിക്കിളിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന പ്രധാന കണ്ടന്റുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യമാണ് ടൈറ്റിൽ എന്നുള്ളത്. ഫസ്റ്റത്തെ ഏതൊരു റിസർച്ച് ആർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യമാണ് ടൈറ്റിൽ എന്നുള്ളത്. ടൈറ്റിൽ എന്ന് പറയുന്നത് അറിയാലോ, കൺസൈസ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഹെഡിങ് ദാറ്റ് റിഫ്ലെക്ട്സ് ദ റിസർച്ച്. ആ റിസർച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് ഒരു ടൈറ്റിൽ എന്നുള്ളത്. സോ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈറ്റിലാണ്. അടുത്തൊരു കാര്യമാണ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളത്. അബ്സ്ട്രാക്റ്റ് എന്നുള്ളതാണ് അടുത്തൊന്ന്. അബ്സ്ട്രാക്റ്റ് ഈസ് ദ സമ്മറി ഓഫ് ദ റിസർച്ച് ഇൻക്ലൂഡിങ് ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, റിസൾട്ട്സ് ആൻഡ് കൺക്ലൂഷൻസ്. ആ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിസർച്ചിൻ്റെ ഒരു ഹോൾ സമ്മറിയാണ് ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ അബ്സ്ട്രാക്റ്റിനകത്ത് എന്തുണ്ടാവും? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, മെത്തഡോളജി ഉണ്ടാവും, റിസൾട്ട്സ് ആൻഡ് കൺക്ലൂഷൻസ് ഉണ്ടാവും. പക്ഷേ ഒരു കൺസൈസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു സമ്മറി ആയിരിക്കും. വളരെ വിശദമായിട്ടൊന്നും പറയാതെ മൊത്തത്തിലൊന്നു സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളൊരു ഏരിയ. അടുത്തൊരു ഏരിയയാണ് ഇൻട്രോഡക്ഷൻ എന്നുള്ളത്. റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എക്സ്പ്ലെയിൻസ് ദി ബാക്ക്ഗ്രൗണ്ട്, റിസർച്ച് പ്രോബ്ലം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. ആ സ്റ്റഡിയുടെ ബാക്ക്ഗ്രൗണ്ട്, എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തായിരുന്നു അവിടുത്തെ റിസർച്ച് പ്രോബ്ലം എന്നുള്ളത്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏരിയയാണ് ഒരു റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ ഒരു ഏരിയ. ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു ഏരിയ. അടുത്തൊരു ഏരിയയാണ് മെത്തഡോളജി എന്നുള്ളത്. മെത്തഡോളജി എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ദ റിസർച്ച് ഡിസൈന്, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്.
പ്രധാനമായിട്ടും പറയുന്നത് ആ റിസർച്ച് ഡിസൈനാണ്. എങ്ങനെയാണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണെങ്കിൽ, മെത്തഡോളജി പറയുന്നത് എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു ആ റിസർച്ച് ഡിസൈൻ എന്നുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്, ആ കളക്ട് ചെയ്ത ഡാറ്റനെ എങ്ങനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് മെത്തഡോളജി പാർട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തൊരു പാർട്ടാണ് റിസൾട്ട് എന്നുള്ളൊരു പാർട്ട്. റിസൾട്ട് എന്നുള്ളതാണ് അടുത്തൊന്ന്. റിസൾട്ട്സ് പ്രസന്റ് ദ ഫൈൻഡിങ്സ് ഓഫ് ദി റിസർച്ച് യൂസിങ് ടെക്സ്റ്റ്, ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്. ടെക്സ്റ്റും ടേബിൾസും ഫിഗേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഫൈൻഡിങ്സ്, ആ റിസർച്ചിന്റെ ഔട്ട്പുട്ട് എന്താണ്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഏരിയയാണ് റിസൾട്ട് എന്നുള്ള ഒരു സെഷൻ. അടുത്തൊരു സെഷനാണ് ഡിസ്കഷൻ എന്നുള്ളത്. അടുത്തൊരു റിസർച്ച് ആർട്ടിക്കിളിന്റെ ഒരു ഏരിയയാണ് ഡിസ്കഷൻ എന്നുള്ളത്. ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റ്സ് ദ റിസൾട്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റിസർച്ചിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ഇന്റർപ്രറ്റ് ദ റിസൾട്ട്, കമ്പയർ ദം വിത്ത് പ്രീവിയസ് റിസർച്ച് ആൻഡ് ഡിസ്കസസ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള റിസർച്ചിനെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പയർ ചെയ്യുക. നേരത്തെ നടന്നിട്ടുള്ള സ്റ്റഡിയുമായിട്ട് ഈ റിസർച്ചിന്റെ ഔട്ട്പുട്ടിനെ കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻസ്, ഏതൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നോക്കും. മാനേജീരിയൽ ഇംപ്ലിക്കേഷൻ ആണ്, അതോ സൊസൈറ്റിയിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണ്, അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഏരിയയാണ് ഡിസ്കഷൻ എന്നുള്ളൊരു ഏരിയ. ഓർത്തിരിക്കുക. അടുത്തൊരു ഏരിയയാണ് കൺക്ലൂഷൻ എന്നുള്ളത്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് സമ്മറൈസ് കീ ഫൈൻഡിങ്സ് ആൻഡ് സജസ്റ്റ് ഫ്യൂച്ചർ റിസർച്ച് ഡയറക്ഷൻസ്. ആ ഒരു റിസർച്ച് ഫൈൻഡിങ്സിനെ മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ റിസർച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്ന റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഒരു ഭാഗം എന്നുള്ളത്. അടുത്തൊരു ഏരിയയാണ് റഫറൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ഒരു ഏരിയയാണ് റഫറൻസ് എന്നുള്ളത്. റഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദിസ് ആൾ സോഴ്സസ് സൈറ്റഡ് ഇൻ ദി ആർട്ടിക്കിൾ. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആർട്ടിക്കിൾസിന് നമ്മൾ സൈറ്റ് ചെയ്യും. സോ ഇങ്ങനെ സൈറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിന്റെ സോഴ്സ് ഒക്കെ പറയുന്ന സ്ഥലമാണ് റഫറൻസ് എന്നുള്ളത്. വേറെ ഏതൊക്കെ ആർട്ടിക്കിൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റഫറൻസ് എന്നുള്ളൊരു ഏരിയ. ഇതാണ് ഒരു റിസർച്ച് ആർട്ടിക്കിളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ടൈറ്റിൽ, ദെൻ അബ്സ്ട്രാക്ട്, ദെൻ ഇൻട്രൊഡക്ഷൻ, ദെൻ മെത്തഡോളജി, ദെൻ റിസൾട്ട്, ദെൻ ഡിസ്കഷൻ, ദെൻ കൺക്ലൂഷൻ, ലാസ്റ്റ് വൺ ഈസ് റഫറൻസ്. സ്ട്രക്ചർ പറയുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു ഏരിയ ഇൻഡെക്സിങ് ആൻഡ് സെർച്ചിങ് എന്നുള്ളതാണ്. ഇൻഡെക്സിങ് ആൻഡ് സെർച്ചിങ് എന്നുള്ളത്, ദെൻ മെയിൻ ടെക്സ്റ്റ്, ദെൻ ഫൈനൽ പോയിന്റ്സ്. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇൻഡെക്സിങ് ആൻഡ് സെർച്ചിങ്ങിൽ ആദ്യം വരുന്നത് ടൈറ്റിൽ എന്നുള്ളതാണ്. ദെൻ അബ്സ്ട്രാക്ട്, ദെൻ കീവേഡ്സ് വരും. കീവേഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ റിസർച്ചിനെ ഡാറ്റാബേസിൽ നിന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും ആ റിസർച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കീവേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു 4, 5, 6 കീവേഡ്സ് ഒക്കെ ആയിരിക്കും ഏതൊരു റിസർച്ച് ആർട്ടിക്കിൾസിനും ഉണ്ടാവുക. ആ കീവേഡ്സ് ഒക്കെയാണ് ഇവിടെ നിന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ, മെയിൻ ടെക്സ്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് IMRAD എന്നുള്ളതാണ്. IMRAD എന്നുള്ളത് ഇംറാഡ് എന്നുള്ളതാണ്. IMRD എന്ന് പറയാറുണ്ട്. IMRD എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ. ഓർത്തിരിക്കുക, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ എന്നുള്ളതാണ് IMRD സ്ട്രക്ചർ എന്നുള്ളത്. മെയിൻ ടെക്സ്റ്റ് എന്നുള്ള റിസർച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഈ ഒരു മെയിൻ ടെക്സ്റ്റ് എന്നുള്ളൊരു ഏരിയ. ലാസ്റ്റ് വൺ ആണ് ഫൈനൽ പോയിന്റ്സ് എന്നുള്ളത്. അതിനകത്ത് കൺക്ലൂഷൻ, അക്നോളജ്മെന്റ്, റെഫറൻസസ്, സപ്ലിമെന്ററി ഡാറ്റ, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണുള്ളത്. ഇത് കൺക്ലൂഷൻ, എന്താണ് റിസർച്ചിന്റെ ഫൈനൽ ആയിട്ടുള്ള കൺക്ലൂഷൻ എന്നുള്ളത്. ദെൻ അക്നോളജ്മെന്റ്, ദെൻ റെഫറൻസ്, ദെൻ ലാസ്റ്റ് വൺ ആണ് സപ്ലിമെന്ററി ഡാറ്റ എന്നുള്ളത്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡാറ്റ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും മിനിസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഡാറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് സപ്ലിമെന്ററി ഡാറ്റ എന്നുള്ള ഈ ഒരു ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ. ഇതാണ് റിസർച്ച് ആർട്ടിക്കിളിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. ഓർത്തിരിക്കുക, റിസർച്ച് ആർട്ടിക്കിൾ എന്നുള്ളത്. ദെൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നും കൂടി. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ തിയററ്റിക്കൽ റീസൺസ് ദാറ്റ് ലെഡ് റിസർച്ചേഴ്സ് ടു കണ്ടക്ട് എ സ്റ്റഡി ദാറ്റ് അപ്പിയർഡ് ആസ് എ റിസർച്ച് ആർട്ടിക്കിൾ ഇൻ എ ജേർണൽ, യു വുഡ് റീഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ദി റിസർച്ച് ആർട്ടിക്കിൾ എന്നുള്ളത്. എന്താണ് അപ്പോൾ ചോദിച്ചിട്ടുള്ളത്?
theoretical reasons, if you want to understand the theoretical reasons that led researchers to conduct a study. Okay, ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തിയററ്റിക്കൽ റീസൺസ് ആണ് ആ ഒരു റിസർച്ചർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് തിയറിയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് തിയറി കാരണമാണ് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ഈ റിസർച്ച് ആർട്ടിക്കിൾ ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള തിയറി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തിയററ്റിക്കൽ റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സെക്ഷൻസ് ആണ്, ഏത് ആർട്ടിക്കിളിൻ്റെ ഏത് സെക്ഷനിലാണ് തിയററ്റിക്കൽ റീസൺസ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എവിടെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എവിടെയാണ്, എന്താണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ, എന്തായിരിക്കും ആൻസർ? ഓക്കെ, ഇൻട്രോഡക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇൻട്രോഡക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, എന്തുകൊണ്ട് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തു എന്നുള്ളത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത്, എന്ത് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഫേസ് ചെയ്ത റിസർച്ച് പ്രോബ്ലം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഏരിയ. സോ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിസർച്ച് ആർട്ടിക്കിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, റിസർച്ച് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്നുള്ളത്.